അവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. 35,000-ൽ പരം വോട്ടുകൾ നേടിയിട്ടുള്ള കേരളത്തിലെ 30-ൽ പരം നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ എടുത്താൽ അതിൽ 8 തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറയാം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നേമം, വട്ടിയൂർക്കാവ്, പാറശാല, കഴക്കൂട്ടം, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 35,000-ൽ പരം വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കാട്ടാക്കട, ചിറയൻകീഴ്, ആറ്റിങ്ങൽ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി. 35,000-ൽ പരം വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നൊരു വസ്തുതയുണ്ട്. കാരണം വോട്ടിൽ ചെറിയ ഷിഫ്റ്റൊക്കെ ഉണ്ടായാൽ അവിടെ വിജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. പക്ഷേ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ജില്ലയിലെ 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതായിരുന്നു. കോൺഗ്രസിനെയും CPM-നെയും പിന്തള്ളിക്കൊണ്ട് ഒന്നാമതായിരുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടിസ്ഥാനമാക്കുമ്പോൾ 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെ ബി.ജെ.പി. ഒന്നാമതുള്ളത്. അത് ഒന്ന് നേമവും വട്ടിയൂർക്കാവുമാണ്. അതായത് ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടിനെ താരതമ്യം ചെയ്യുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി.ജെ.പിക്ക് റിസൾട്ട് താഴ്ന്നതാണ് കാണുന്നത്. 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമായി അവരുടെ ലീഡ് ഒതുങ്ങുന്നു. പക്ഷേ നമ്മൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ കഴിയുമോ ബി.ജെ.പിക്ക് എന്നത് ചോദിച്ചാൽ അത് നേമത്ത് മാത്രമായിട്ടാണ് ബി.ജെ.പിയുടെ സാധ്യത ഇപ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. കാരണം നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കെ മുരളീധരൻ എന്ന് വലിയ ഫാക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 36,000-ൽ പരം വോട്ടുകൾ പിടിക്കുവാൻ കഴിഞ്ഞു. എന്നിട്ടും ശിവൻകുട്ടിക്ക് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞത് 3,900 പല വോട്ടുകൾക്കാണ്. അതായത് മുരളീധരൻ എന്ന വലിയ ഒരു വോട്ട് ബാങ്ക് കോൺഗ്രസിന് വോട്ടുകൾ കൊണ്ടുവന്നിട്ടും അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞത് ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ് ശിവൻകുട്ടിക്ക് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം വലിയ ഒരു ക്രൗഡ് പുള്ളറെ അവിടെ നിർത്തുവാൻ കഴിയുകയില്ലെന്നല്ല, അങ്ങനെ കോൺഗ്രസിലെ നേതാക്കന്മാർ ആരും തയ്യാറാകില്ല. കാരണം 3-ാം സ്ഥാനത്ത് വരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാൻ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരാരും തയ്യാറാകില്ല. അങ്ങനെ വന്നാൽ വലിയ ഒരു വോട്ട് ബാങ്ക് ഈ കോൺഗ്രസിന് അവിടെ സമാഹരിക്കാൻ കഴിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ബി.ജെ.പി. വിജയിച്ചു വരുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കുമ്മനം രാജശേഖരനെ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ. കുമ്മനം രാജശേഖരൻ ഒരു സാത്വികനായിരുന്നു, നിശബ്ദനായ ഒരാളായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കളികളും അറിയാവുന്ന ആളാണ്. പൈസയുണ്ട്, ചാനലുകളുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ വിജയിച്ചു വരുവാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തൽ നടത്തപ്പെടുന്നത്. ഒരുപക്ഷെ ബി.ജെ.പി. കേരള നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറന്നേക്കാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളൊക്കെ എടുത്താൽ ബി.ജെ.പി. വിജയിക്കുവാനുള്ള സാധ്യത കുറവ് ആണ് എന്ന് തന്നെ പറയാം. വട്ടിയൂർക്കാവ് എടുക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ആയിരിക്കും മത്സരിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ അവർക്ക് മേയർ സ്ഥാനം നിഷേധിച്ചതിന് പകരമായിട്ട് അവരെ ഒരു കോംപ്രമൈസിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ആ സീറ്റ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ കെ മുരളീധരൻ അവിടെ മത്സരിക്കുവാൻ എത്തുന്ന പക്ഷം അവിടെ ഒരുപക്ഷെ ബി.ജെ.പി. 3-ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ CPM-ന്റെ സാധ്യതകളെയും ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 2 പ്രമാദമായ കേസുകളുടെ സംവാദം ഇന്ന് നടക്കുകയാണ്. ഒന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന് അദ്ദേഹം ഇതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ അത് കഴക്കൂട്ടത്ത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ കഴക്കൂട്ടത്ത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ CPM-ൻ്റെയും സാധ്യതകളെ തിരുവനന്തപുരം ജില്ലയിൽ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ അവിടെ CPM-ന് സാധ്യതകൾ വഴിയടയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം അവിടെ വി മുരളീധരൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതാവ് വളരെ കാര്യക്ഷമമായി തന്നെ തമ്പടിച്ച് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് അവിടെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സീറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവിടേക്ക് പ്രശാന്തിനെ, വട്ടിയൂർക്കാവിൽ ഇപ്പോൾ MLA ആയിരിക്കുന്ന പ്രശാന്തിനെ പരിഗണിച്ചേക്കാം എന്ന ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് കഴക്കൂട്ടം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉള്ള ഒരാളാണെങ്കിൽ പോലും അവിടെ അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനെ പോലെ അത്രത്തോളം ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കില്ല. അദ്ദേഹം വട്ടിയൂർക്കാവിലായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി. പക്ഷേ CPM കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി, പരീക്ഷിക്കുവാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചേക്കാം. അത് CPM-ൻ്റെ ആ പ്രദേശത്താകെയുള്ള സാധ്യതകളെ ഒന്നു പിന്നോക്കം വലിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ വട്ടിയൂർക്കാവിലേക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ദീപകിൻ്റെ പേരാണ്. മറ്റൊന്ന് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേരാണ്. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ഒരു ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ ദീപക്, കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ, ബി.ജെ.പിയുടെ ശ്രീലേഖ മത്സരം ഉണ്ടായാൽ അവിടെ കെ മുരളീധരനായിരിക്കും സാധ്യത
എന്ന ഒരു വിലയിരുത്തൽ നടത്തപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള നടപടികളുമായി ബന്ധപ്പെട്ടിരിക്കും CPMന്റെ തിരുവനന്തപുരത്തെ സാധ്യതകൾ നിയമസഭയിൽ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു കേസിൻ്റെ റിസൾട്ട് കൂടി ഇന്ന് വരുന്നുണ്ട്. അത് നേരത്തെ കോടതിയിലെ തൊണ്ടി മുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധിയാണ്. അതും ഒരു പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ സാധ്യതകളെ അടച്ചു കളയുന്നതാണെന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ആന്റണി രാജു ഇപ്പോൾ തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ആന്റണി രാജു. മാത്രമല്ല ക്രിസ്ത്യൻ ബെൽറ്റ് അദ്ദേഹത്തിനൊപ്പമാണ് മിക്കപ്പോഴും. അതാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വിവാദത്തിൽ പെട്ടതുകൊണ്ട് ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ CPM അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് നിഷേധിക്കുകയും മറ്റൊരാളെ പരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലും അവിടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾക്ക് അല്പം മങ്ങലേൽക്കുമെന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവിടെ BJPയുടെ സ്ഥാനാർത്ഥി സിനിമാ നടൻ കൂടെയായ G കൃഷ്ണകുമാറാണ്. അയാളും വളരെ ക്രിയാത്മകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിന് ആണെങ്കിൽ അവിടെ ഒരുപക്ഷെ ശബരിനാഥ് മത്സരിക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുൻ MLA V ശിവകുമാർ. അങ്ങനെ ആരായാലും ഇങ്ങനെ ഒരു മത്സരക്രമം വരുന്ന പക്ഷം അവിടെ കോൺഗ്രസിന് തന്നെ ആയിരിക്കും സാധ്യത എന്ന ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് കഴക്കൂട്ടത്തൊക്കെ മാറുന്ന പക്ഷം അവിടെ കോൺഗ്രസിന് സാധ്യതയുണ്ടാകും. അതുപോലെ ആന്റണി രാജുവിന് ഇപ്പോൾ ഈ തൊണ്ടി മുതൽ വിവാദവുമായി ബന്ധപ്പെട്ട സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവിടെയും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അവിടെ V മുരളീധരന് സാധ്യതയുണ്ടാകും. കാരണം അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഈ അവസരത്തിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നതാണ് വ്യക്തം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുകയും അത് മിക്കുള്ളവരുടെയും സ്ഥാനാർത്ഥിത്വം ഒക്കെ ബാധിക്കുകയും ചെയ്താൽ മുന്നണികളുടെ തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കാട്ടാക്കടയിലേക്ക് വരികയാണെങ്കിൽ കാട്ടാക്കടയിൽ അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന ഒരു സീറ്റാണ്. അവിടെയും BJPക്ക് സാധ്യത ഉള്ള ഒരു സീറ്റാണ്. കാരണം അവിടെ മത്സരിക്കുന്നത് P കൃഷ്ണദാസ് എന്ന് പറയുന്ന BJPയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അവിടെ ടെൻ്റ് അടിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ V മുരളീധരൻ്റെ കാര്യം പറഞ്ഞതുപോലെ. പക്ഷേ IB സതീഷ് എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും പ്രബലനായ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ MLA ആണ് അവിടെ നിന്ന് CPMന് വേണ്ടി മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി IB സതീഷ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുവാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം വളരെ ജനകീയനാണ്. കൃഷ്ണദാസ് അവിടെ നിന്ന് പരാജയപ്പെടുവാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വലിയൊരു പരീക്ഷ നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വിലയിരുത്തൽ വരികയാണ്. അഞ്ജിത വിനോദ് കോട്ടുകാൽ എന്ന് പറയുന്ന ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുവാൻ വരികയാണെങ്കിൽ കോൺഗ്രസിനും ആ മണ്ഡലത്തിൽ സാധ്യതകൾ ഉണ്ടാകുന്നു. കാരണം അവരുടെ ഭർത്താവ് വിനോദ് കോട്ടുകാൽ അദ്ദേഹം നേരത്തെ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പക്ഷാഘാതമൊക്കെ വന്ന് അവശ്യ നിലയിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് കൊടുക്കുകയായിരുന്നു. വിനോദ് കോട്ടുകാൽ അവിടെ വലിയ ജനകീയതയുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജിത വിനോദ് കോട്ടുകാൽ മത്സരിക്കുന്ന പക്ഷം ആ സീറ്റ് ഒരുപക്ഷെ കടുത്ത മത്സരം നടക്കുവാൻ സാധ്യതയുണ്ട്. IB സതീഷിനിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെയല്ല എങ്കിൽ ആ സീറ്റ് IB സതീഷിലൂടെ CPM നിലനിർത്തുവാനാണ് സാധ്യത. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.